ഏട്ടാ ഏട്ടാ ക്ഷമിക്കണം. ഞാൻ പറയുന്നതിൽ ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. ഈ വീട്ടിലെ ഗൃഹനാഥയുടെ റോളിലാണല്ലോ സ്വാതി അടുത്തി. പക്ഷേ പലപ്പോഴും ഇതുപോലെ പുറത്തു പോകുന്നതും വരുന്നതും ആരോടും ഒന്നും പറയാതെയാ. ഇവിടെ ഞാനോ ഗൗരിയേച്ചിയോ ഒന്ന് പുറത്തു പോകാൻ എല്ലാരോടും കാര്യവും കാരണങ്ങളും വിശദീകരിക്കണം. എന്നാ സ്വാതി അടുത്തേക്കോ ആരോടും ഒരു അക്ഷരം പോലും മിണ്ടണ്ട. ഒരു വീട്ടിലെന്താ 2 നിയമവും. അതുകൊണ്ട് ഇന്നെങ്കിലും സ്വാതി അടുത്ത് എവിടെ പോയതാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. മതി. ദുഷ്ടബുദ്ധിയോടെയുള്ള നിന്റെ ഈ വർത്തമാനം എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. എന്റെ സ്വാതി എവിടെ പോയാലും എനിക്ക് അവളെ പൂർണ്ണ വിശ്വാസമാണ്. ഇന്ന് ആരോ ഫോണിൽ വിളിച്ച് എന്തോ പറഞ്ഞപ്പോ ഞാൻ അതൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ സ്വാതി എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് അതിനർത്ഥമില്ല. മനസ്സിലായോ? ഓ അത് ശരി. അപ്പൊ അല്പം മുമ്പ് പറഞ്ഞതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഏട്ടൻ അങ്ങ് മറന്നോ? ആ മറക്കും. വലിയ നടനല്ലേ. നിമിഷ നേരം കൊണ്ട് എല്ലാ ഭാവങ്ങളും അഭിനയിക്കാൻ നല്ല കഴിവല്ലേ. നിർത്തടി. ഞാൻ എവിടെ പോയതാണെന്നും എന്തിനു പോയതാണെന്നും ഞാൻ എന്റെ ഭർത്താവിനെ ബോധ്യപ്പെടുത്തിക്കോളാം. നിങ്ങൾ രണ്ടും അത് അന്വേഷിക്കാൻ നിൽക്കണ്ട. ഓ ആയിക്കോട്ടെ, ഞങ്ങൾ ചോദിക്കുന്നില്ല. പക്ഷേ നാളെ ഞങ്ങളോടും ഈ വീട്ടിൽ ആരും ഇത് ചോദിക്കരുത്. പ്രത്യേകിച്ച് നീ. മനസ്സിലായോടി? വടി. നിൽക്ക. അവര് പറഞ്ഞതില് അത്ര വലിയ തെറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി മേലിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നീ എന്നോട് കൂടി ഒന്ന് ആലോചിക്കണം. മനസ്സിലായോ? മനസ്സിലായി. പക്ഷേ ഏട്ടാ, തൽക്കാലം എനിക്ക് ചിലതൊക്കെ ചെയ്തേ പറ്റൂ. അത് ഏട്ടൻ നിഷേധിക്കരുത്. എന്റെ കടമ എനിക്ക് പൂർത്തിയാക്കിയേ പറ്റൂ. അതെന്താണെന്ന് എനിക്കിപ്പോ ഏട്ടനോട് പറയാൻ കഴിയില്ല. എന്നോട് ക്ഷമിക്കണം. അത് കലക്കി. ഗൗരിയേച്ചി ദൈവമായിട്ട് ഒരുക്കി തന്ന അവസരമായത്. ഇത് നമുക്ക് പരമാവധി മുതലാക്കണം. അവര് തമ്മിലുള്ള തർക്കം ഇനിയും കൂടും. ഇല്ലെങ്കിൽ നമ്മൾ കൂട്ടണം. അതിനിപ്പോ ഇനി എന്ത് ചെയ്യും? സ്വാതി അടുത്തെ ചുറ്റിപ്പറ്റി നമ്മൾ അറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്നുള്ളത് ഉറപ്പാ. അതെന്താണെന്ന് ഏട്ടന് പോലും അറിയില്ല. അല്ലെങ്കിലും ഭാര്യമാരുടെ രഹസ്യങ്ങൾ ഏറ്റവും അവസാനം മാത്രം അറിയുന്നവരാ കൂടുതൽ ഭർത്താക്കന്മാരും. ഇപ്പൊ ഇവിടെ അത് തന്നെ സംഭവിച്ചു. അത്രേ ഉള്ളൂ. എന്ത് കണ്ടിട്ട് ഈ പൊണ്ണത്തടിച്ച് അവൻ ഇപ്പോഴും സംരക്ഷിക്കുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്ത. ഇവളേക്ക് ഡിവോഴ്സ് ചെയ്ത് കളഞ്ഞൂടെ? എങ്ങനെ കളയും ഗൗരിയേച്ചി? ആണുങ്ങളെ മയക്കി നിർത്താനുള്ള വിദ്യയൊക്കെ ആനക്കുട്ടിക്ക് നല്ലതുപോലെ അറിയാം. എന്നാലും ആരായിരിക്കും വിളിച്ചത്? അവരെന്തിനാ ഏട്ടനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്? ചോദിച്ച അവരെന്തെങ്കിലും വിട്ടു പറയണ്ടേ? ഒരു കാര്യം ഉറപ്പാ ഗൗരിയേച്ചി, ഏട്ടന് വിളിച്ചത് ആരായാലും അതൊരു വലിയ പൊട്ടിത്തെറിയുടെ സൂചനയാ. അല്ലെങ്കിൽ അവരോട് ഏട്ടൻ ഇത്രയ്ക്ക് ചൂടാവോ? എടി, ഒരു വഴിയുണ്ട്. എന്താ? ഇവിടെ നിന്ന് അവൾ എവിടേക്കാണ് പോകുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് അവളെ കൈയോടെ പിടികൂടി ഏട്ടന്റെ കൺമുന്നിൽ നിർത്തി കള്ളത്തരം പൊളിക്കണം. എങ്ങനെയുണ്ട്? അത് കൊള്ളാം ഗൗരിച്ചി. അവര് പിന്നാലെ നമ്മളും പോവും. നമ്മുടെ മുന്നിലെ ഭാര്യയെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും നീലിന്റെ മനസ്സിൽ സംശയത്തിന്റെ കനല് വീണിട്ടുണ്ട്. അത് നേരാ. ചെറിയൊരു കനല് വീണ് കിട്ടിയാ പോരെ, നമ്മള് ദൂതി കത്തിക്കില്ലേ? ഓപ്പറേഷൻ സ്വാതി, അതായിരിക്കണം ഇനി നമ്മുടെ ലക്ഷ്യം. എങ്ങനെയെങ്കിലും അവളുടെ രഹസ്യം കണ്ടെത്തിയേ പറ്റൂ.
എന്റെ മക്കളെ തല്ലുവല്ലടാ. ഹലോ, എന്താ ചേച്ചി ഇങ്ങനെ ഒട്ടിക്കിരിച്ചിരിക്കുന്നേ? ഭ്രാന്തായോ? എന്റെ ഭഗവതി, ഇത് ശരിക്കും ഭ്രാന്തായെന്ന് തോന്നുന്നു. എന്തൊരു ചിരി ചേച്ചി. അയ്യോ എടി മോളെ, ചിരി നിർത്താൻ പറ്റുന്നില്ല. എന്താ ഇങ്ങനെ ഓർത്തിച്ചിരിക്കാൻ? എന്നോടും കൂടി പറ. ആ കോന്ത സുധിയുടെ വയറ്റത്ത് ചേച്ചിയമ്മ തൊഴിച്ചത് എന്റെ അമ്മ അവന്റെ മോന്ത ഒന്ന് കാണേണ്ടതായിരുന്നു. അത് ശരിയാ. എന്തൊരു ശക്തി ചേച്ചിയമ്മയ്ക്ക് അല്ലേ നിള ചേച്ചി? ശരിക്കും അവനെ ഇടിച്ച് കൊല്ലണമായിരുന്നു. ഇനി വരുമ്പോ ചേച്ചിയമ്മയോട് പറയാം. എന്ത്? അവനെ അടിച്ച് കൊല്ലാൻ. അത്രയ്ക്ക് ദുഷ്ടനവൻ. ചേച്ചി എത്രയാ അടിച്ചത്? എനിക്ക് അടി കൊള്ളാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ചേച്ചി ഇത്ര അടി കൊണ്ടത്? എനിക്ക് അടി കൊണ്ടാലും സാരമില്ല. നിനക്ക് അത്ര അടി കുറച്ചല്ലേ കിട്ടിയുള്ളൂ. എന്തായാലും ഇനി നമ്മളെ ആരും ഒന്നും ചെയ്യില്ല അല്ലേ ചേച്ചി? ഇവിടെ ഉള്ളവർക്കെല്ലാം ഇപ്പൊ ചേച്ചിയമ്മ ഭയങ്കര പേടിയാ. നമ്മളെന്തെങ്കിലും ചെയ്താ ചേച്ചിയമ്മ എല്ലാത്തിനും ഇടിച്ച് പഞ്ചറാക്കും. ചേച്ചിയമ്മക്ക് നമ്മളോട് എന്ത് സ്നേഹല്ലേ, അതുകൊണ്ടല്ലേ നമ്മൾ വിളിച്ചപ്പോ ഓടി വന്നത്. ചേച്ചി, തേ ആ ദുഷ്ടം വന്നു. ചേച്ചി വാ പോവാം. നീയൊക്കെ എനിക്ക് അടി കിട്ടിയപ്പോ കൈകൊട്ടി ചിരിക്കുമല്ലടി. ഇനി അവരെ തൊട്ടു പോകരുത്. മാറി നിൽക്കട്ടെ എന്റെ കുഞ്ഞുങ്ങളെ അടുത്തുനിന്ന്. എന്റെ കുഞ്ഞുങ്ങളോ? ഏത് വകയിലാടി ഇതുങ്ങൾ നിന്റെ കുഞ്ഞുങ്ങളാവുന്നേ? ജോലിക്കാരി അതിന്റെ സ്ഥാനത്ത് നിന്നോണം. ഇതുങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ എനിക്കറിയാം. അതിനി വേണ്ടെന്നാ പറഞ്ഞത്. ഇവരുടെ പൂർണ്ണമായ ചുമതല സ്വാതിമോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി ഇവരുടെ ദേഹത്തെങ്ങാനും തൊട്ടാ നീ എന്താ ധൈര്യമുണ്ടെ തൊട്ട് നോക്കടാ. ഇനി ഇവരെ ദ്രോഹിച്ചാ അടിച്ചു നിന്റെ കരണം പോയിക്കാനാ സ്വാതിമോൾ പറഞ്ഞിരിക്കുന്നത്. രാവിലെ കിട്ടിയതൊന്നും പോരാടാ നിനക്ക്. ഇപ്പൊ തന്നെ ഞാനിത് സ്വാതിമോളെ വിളിച്ച് പറയണോ? നീ ഈ വീട്ടിലെ ജോലിക്കാരിയോ അതോ അവളുടെ അടുക്കളക്കാരിയോ? ഞാനിപ്പോ സ്വാതിമോളുടെ ജോലിക്കാരിയാ. ഇവർക്കൊന്നും പറ്റാതെ നോക്കേണ്ടത് എന്റെ കടമയാ. എന്നാ പിന്നെ നിന്റെ കടമ നീ ചെയ്. വേണ്ട, വിട്ടേക്ക്. അപ്പച്ചി വാ മക്കളെ, വാ. എന്താ അപ്പച്ചി? വേണ്ട, തൽക്കാലം വിട്ടേക്ക് സുധി. ഒരു കേസിൽ നിന്ന് നീ ഇപ്പൊ രക്ഷപ്പെട്ടു വന്നതേ ഉള്ളൂ. ഇന്ന് തന്നെ അതിന്റെ എണ്ണം കൂട്ടാൻ നിൽക്കണ്ട. ഇത്രയും കാലം ഈ വീട്ടിലെ ഉപ്പും ചോറും നിന്ന ആ വേലക്കാരുടെ അഹന്ത അപ്പച്ചി കണ്ടില്ലേ? മമ്മിക്കിപ്പോ ഒന്ന് കാണില്ല സുധിയേട്ടാ. സ്വാതിയുടെ വരവ് മമ്മി അത്രക്ക് ഞെട്ടിച്ചു കളഞ്ഞു. പഴയ വീഡിയോ ഒന്നും മതികളക്കിപ്പോ ഇല്ല. ഇങ്ങനെ ക്ഷമിച്ച് കാത്തിരുന്നോണ്ടാ അമ്മാവനെല്ലാം തന്നിഷ്ടത്തിന് ചെയ്തു വെച്ചത്. ഇപ്പൊ എല്ലാം കൈവിട്ട് പോയില്ലേ? ആശുപത്രി കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇതിനകത്തിട്ട് അയാളെ തീർത്തു തരാന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ, കേട്ടില്ലാരും. എന്നിട്ടിപ്പോ എവിടെ കിടന്ന് ഒരുത്തി വന്ന് ഈ വീട് ഭരിക്കാൻ നോക്കുവല്ലേ? കാര്യങ്ങൾ മനസ്സിലാക്കാതെയാ നിങ്ങൾ രണ്ടുപേരും എന്നെ കുറ്റപ്പെടുത്തുന്നത്. ശ്രീനിവാസൻ എന്റെ ചേട്ടൻ തന്നെയാ, സമ്മതിച്ചു. പക്ഷേ അയാള് സെലിബ്രിറ്റി ആയിരുന്നു. ഇതിനകത്ത് വെച്ച് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ മറുപടി പറയേണ്ടി വന്നേനെ. നീയും ഞാനും ഇവളുമല്ല എന്നേ ജയിലഴിക്കുള്ളിലായേനെയും. ഇനി ഇപ്പൊ എന്ത് ചെയ്യാനാ അപ്പച്ചിയുടെ പ്ലാൻ? ഇങ്ങനെ തോറ്റു കൊടുക്കാനാണോ? അവൾ ഇവിടെ വന്ന്
നമ്മളെ ഒന്ന് ഞെട്ടിച്ചു. പകരം അതിന് മറുപടിയായിട്ട് അവളുടെ വീടിന്റെ അടിത്തറ മുഴുവനും ഒന്ന് ഇളകണം, ഇളക്കി മറിക്കണം. ജാമ്യത്തിൽ ഇറങ്ങിയപ്പോ തന്നെ അവളുടെ ഭർത്താവിനെ ഫോണിൽ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്, നല്ല ശക്തമായിട്ട് തന്നെ. അത് പോരെ സുധി, നീ ആരാണെന്ന് അവരൊന്നറിയണം. അതെ, സ്വാതി കാരണം ആ വീട്ടിലുള്ളവർക്ക് ഭയപ്പാടുണ്ടാവണം, സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവണം. എന്നാ പിന്നെ ഇപ്പൊ തന്നെ കയറി ചെന്ന് എല്ലാത്തിനും എടുത്തിട്ട് അലക്കാൻ വെളുപ്പിക്കട്ടെ. ഇന്നിനി ഒന്നും വേണ്ട. ഇന്നത്തെ ദിവസം ജയം അവൾക്കിരിക്കട്ടെ. നാളെ ആ വീട് നടുങ്ങണം. അവിടെ ഉള്ളവരുടെയൊക്കെ നിലവിളി എനിക്ക് കേൾക്കണം. അത് ഞാൻ ഏറ്റു. നാളത്തെ ദിവസം അപ്പച്ചയ്ക്ക് ചിരിക്കാം. അവിടെ ഉള്ളവരുടെ നിലവിളി ലൈവായിട്ട് ഞാൻ കേൾപ്പിച്ചു തരും എന്റെ അപ്പച്ചിക്കും. ഇത് സുധിയുടെ വാക്കാം. ഇങ്ങോട്ട് ചപ്പാത്തിയും കടലക്കറിയോ? ചിക്കൻ ഫ്രൈ ഇല്ലേ ഗൗരി? അയ്യോ, എല്ലാരും കൂടി ഇങ്ങനെ നോക്കണ്ട. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വേണ്ട. ഞാൻ പെട്ടെന്നേ എന്റെ വീട്ടിലെ കാര്യം ഓർത്തുപോയി. അവിടെയാണെങ്കിൽ എനിക്ക് അമ്മ എന്നും രാത്രി ഒരു ചിക്കന്റെ കാല് ഫ്രൈ ആക്കി തരും. ഇവിടെ എല്ലാരും രാത്രി ലൈറ്റ് ഫുഡാ കഴിക്കുന്നത്. രാജീവിന്റെ ഇഷ്ടം എന്തൊക്കെയാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ചിക്കന്റെ കാല് ഗൗരി സ്വന്തം കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി തരും. അതെ അതെ, അല്ലെങ്കിലും ഈ ചിക്കനും മട്ടനൊക്കെ ഉണ്ടാക്കാൻ ഗൗരിക്ക് നല്ല കൈപ്പുണ്യോ. ഫ്രൈ ആണെങ്കിലേ പിന്നെ പറയുകയും വേണ്ട. അതാണ്. ഓഹോ, അപ്പൊ ചിക്കന്റെ കാല് നാളെ മുതൽ മതി ഗൗരി. അല്ല, സ്വാതി നീലും കഴിക്കുന്നില്ലേ? രാവിലെ വഴക്ക് പറഞ്ഞതിന്റെ പരിഭവം ഇനിയും മാറില്ലെന്ന് തോന്നുന്നു. അതിലെന്താ തെറ്റ്? വേണ്ടാത്ത ചെയ്താ ഇങ്ങനെ ഇരിക്കും. ഏട്ടനായതുകൊണ്ട് ചോദ്യം ചെയ്യല് നിർത്തി. മറ്റു വല്ലവരും ആയിരുന്നെങ്കിൽ കാണായിരുന്നു. ഓ, അതൊക്കെ ഇവിടെ നമുക്ക് മാത്രമല്ലേ ബാധകൊള്ളൂ. ഇത് സ്വാതിയല്ലേ, അവൾക്ക് എന്തു ആകാം. മതി നിങ്ങളുടെ കുറ്റം പറച്ചില്. മനുഷ്യൻ മനസ്സമാനായിട്ട് വല്ലതും കഴിച്ചോട്ടെ. അതെങ്ങനെയാ വല്ലിച്ച? ദിവസവും ഏട്ടത്തിയെ 10 കുറ്റം പറഞ്ഞില്ലെങ്കിൽ രണ്ടിനും ഉറക്കം വരത്തില്ലല്ലോ. അതെ, എന്തൊക്കെ ബിസിനസ്സാ നമുക്കിപ്പോ ഉള്ളത്? ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. ബിസിനസ്സുകൾ നമുക്ക് ഒരുപാടുണ്ട്. കുട്ടികൾക്കുള്ള ഫുഡ് പ്രോഡക്ട്സ് ആണ് അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. പല പ്രോട്ടീൻ കണ്ടന്റ്സും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മോന് എല്ലാ കാര്യങ്ങളും വഴിയെ മനസ്സിലായിക്കോളും. അത് കൊള്ളാം. കുട്ടികൾക്കുള്ള പ്രോഡക്ട്സ് ആവുമ്പോ എപ്പോഴും നല്ല മാർക്കറ്റ് ഉണ്ടാവും. അളിയ, ഇപ്പോ നമുക്ക് ഒരു വർഷം എത്ര ടേൺ ഓവർ ഉണ്ടാവും? അല്ല, എല്ലാം ഗൗരിക്കും കൂടി ഉള്ളതാണല്ലോ. അപ്പൊ ഭർത്താവായ ഞാൻ ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? അതുകൊണ്ട് ചോദിച്ചതാ. അളിയ, വെള്ളം കുടിക്കളിയാ. വെള്ളം കൊടുക്ക്. എന്തൊരു എരിവായി കടലേക്കരയ്ക്ക്. നെറുകയില് കേറി നെറുക എരിഞ്ഞ് കത്തി. ഗൗരി, നാളെ മുതൽ അളിയനെ എരിവ് കൂടുതൽ കൊടുക്കുന്നു വേണ്ട കേട്ടോ. കഴിക്കുമോനെ. ഒന്നുകൂടി എടുക്കട്ടെ. ഒന്നും കൂടി വെച്ചോ. അല്ലളിയ, എങ്ങനെ അളിയന്റെ ജോലി പോയത്? അവർ അളിയനോട് ഗുഡ് ബൈ പറഞ്ഞോ അതോ അളിയൻ അവരോട് ഗുഡ് ബൈ പറഞ്ഞോ? അത് പിന്നെ അവരാ കമ്പനി അങ്ങ് വൈൻഡപ്പ് ചെയ്തു, അതുകൊണ്ടാ.
ആ അത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. രാജുവേട്ടനല്ലേ അവിടുത്തെ മാനേജർ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഞാൻ എന്റെ ജോലി കൃത്യമായിട്ട് ചെയ്തു. പിന്നെ കമ്പനി നഷ്ടമായത് എന്റെ കുറ്റം കൊണ്ടല്ല. അല്ലച്ചാ, നീലളിയന്റെ സിനിമ ഷൂട്ടിംഗ് എപ്പോഴാ തുടങ്ങുന്നത്? നാളെയാ ഷൂട്ട് തുടങ്ങുന്നത്. അതിന്റെ ഒരുക്കത്തിലാ രണ്ടുപേരും. ആ, എന്നാ ഞാനും കൂടെ ഏട്ടന്റെ കൂടെ ഷൂട്ടിങ്ങിന് പോയാലോ ഗൗരി? അയ്യോ, അത് വേണ്ട. അത് അളിയന് ബുദ്ധിമുട്ടാവും. ഇല്ല ഇല്ല, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് ഈ സിനിമയിലേക്ക് അഭിനയിക്കുന്നത് വലിയ ഇഷ്ടാ. അതാകുമ്പോ കാശ് ഒരുപാട് കിട്ടും. അല്ലളിയ, ഏട്ടൻ ഈ കിട്ടുന്ന ലക്ഷങ്ങളൊക്കെ ആരുടെ പേരിലാ സമ്പാദിക്കുന്നത്? ഏട്ടന്റെ പേരിലോ അതോ അച്ഛന്റെ പേരിലോ? അളിയൻ ഇന്ന് രാത്രി തന്നെ അതറിയണോ? ആവശ്യമുണ്ടോ? ഇതെന്തെങ്കിലും തിരിഞ്ഞു കുത്തും. ഗിരീട സൂക്ഷിച്ചോ. ഒരു സിനിമയിൽ അഭിനയിച്ച എത്ര ലക്ഷം കിട്ടും വെച്ചാ? അയ്യോ, ഇതൊന്നും എനിക്കറിയാൻ വയ്യ. ഞാനൊട്ട് ചോദിക്കാറുമില്ല. അഥവാ അറിയണമെന്നുണ്ടെങ്കിൽ അവനോട് നേരിട്ട് ചോദിച്ചു. എന്ത് പറയാൻ. അളിയൻ ഈ ചപ്പാത്തിയും കടലക്കറിയും കഴിച്ചിട്ടേ നേരെ പോയി നീലിനോട് ചോദിച്ചാൽ മതി. അവനെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരും. ശരി. കഴിച്ചു കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോയി ചോദിക്കാം, അല്ലേ ഗൗരി? ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? ചുമ്മാ മണ്ടത്തരം എഴുന്നേൽക്കല്ലേ. ഇതെങ്ങനെ മണ്ടത്തരാവുന്നേ? അറിയാനുള്ള അവകാശം എനിക്ക് ഉള്ളതല്ലേ? ഒരേ ഒരു അളിയനല്ലേ ഞാൻ. ആ ഗൗരി, കുറച്ച് കടലക്കറിയും 2 ചപ്പാത്തി കൂടി കിടും. എരിവുണ്ടെങ്കിലേ നല്ല രുചി. കഴിക്ക്. മതിയോ? വേണം? വേണ്ട. എന്താടോ, പാക്കിംഗ് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. എന്താടോ സ്വാതി, തനിക്കിന്ന് വലിയൊരു ഗൗരവം? നേരത്തെ ഞാൻ വഴക്ക് പറഞ്ഞോണ്ടാണോ? വഴക്ക് പറയാൻ അധികാരമുള്ളതുകൊണ്ടല്ലേ പറഞ്ഞത്. എനിക്കതിൽ പരാതിയൊന്നുമില്ല. ഓ, താൻ എന്റെ കൂടെ ആദ്യമായിട്ടല്ലേ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വരുന്നത്? അതെന്റെ തെറ്റാണോ? എന്നെ കൂടെ വരാൻ വിളിക്കുന്നതും ആദ്യമായിട്ടല്ലേ? ഇനി എല്ലാ ദിവസവും ഷൂട്ടിങ്ങിന് താനും ഉണ്ടാവുമല്ലോ. എല്ലാ കടവും അപ്പൊ ഒരുമിച്ച് അങ്ങ് തീർത്തേക്കാം. ഇതുവരെ സംഭവിച്ചതിന് വേണമെങ്കിൽ പിഴ ഈടാക്കുകയും ചെയ്യല്ലോ, പോരെ? അയ്യോ, ഞാനൊന്നിനും ഇല്ലേ. 1-2 ദിവസം, അത് കഴിഞ്ഞ് കൂടെ വരാൻ എന്നോട് പറയരുത്. അതെന്താടോ, ഞാൻ നായികമാരെ തൊട്ടഭിനയിക്കുന്നത് കാണാൻ വയ്യാഞ്ഞിട്ടാണോ? ആരെ തൊട്ട് അഭിനയിച്ചാലും ഏട്ടൻ എവിടം വരെ പോകുന്ന എനിക്ക് നല്ലതുപോലെ അറിയാം. ഇനി അതിനപ്പുറം പോയാ കഴുത്ത് ഞെരിച്ച് കൊല്ലും ഞാൻ. അപ്പോ ഇത്തിരി കുശുമ്പ് ഇയാളുടെ ഉള്ളിലും ഉണ്ടല്ലേ? അതല്ല ഏട്ടാ, ഏട്ടൻ അവിടെ ഒരു ജോലി ചെയ്യാ, ഞാനോ അവിടെ വന്ന് വെറുതെ നോക്കിക്കൊണ്ടിരിക്കണം. അത് ഭയങ്കര ബോറടിയാ. ഏട്ടനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടെ വരുന്നതാണെന്ന് വരെ ആരെങ്കിലും കഥയുണ്ടാക്കും. അത് വേണോ? എടോ, ഈ ഫീൽഡിൽ ഗോസിപ്പുകളൊക്കെ ഒരുപാടുണ്ടാവും. നമ്മൾ അതൊന്നും കാര്യമാക്കാതിരുന്നാ മതി. ദേ, വെള്ളം തീർന്നല്ലോ. ആ, എങ്ങതാ, ഞാനിപ്പോ കൊണ്ടുവരാം. ഇതാരാ ഈ സമയത്ത്? മൈ സിസ്റ്റേഴ്സ്. ഇതാരാ ഞാൻ അറിയാത്തൊരു സിസ്റ്റേഴ്സ്? ബെല്ലടിക്കുന്നുണ്ട്. ഹലോ ചേച്ചിയമ്മേ. ഹലോ. അയ്യോ, ഇത് ചേച്ചിയമ്മ അല്ല. ഹലോ, ഇത് ആരാ സംസാരിക്കുന്നേ? അയ്യോ, ചേച്ചിയമ്മയുടെ ഏട്ടനായിരിക്കും. ചേച്ചി സംസാരിച്ചോ? വേണ്ട, നീ സംസാരിക്കും. കേൾക്കുന്നുണ്ടോ?
ഹലോ, ഇതാരാ? നിങ്ങൾക്ക് ആരെയാ വേണ്ടത്? ഞങ്ങൾക്ക് ചേച്ചിയമ്മയോട് സംസാരിക്കണം. ചേച്ചിയമ്മയോ? ഇവിടെ അങ്ങനെ ഒരാളില്ലല്ലോ. ഞങ്ങളോട് അങ്ങനെ വിളിച്ചോളാനാ ചേച്ചി പറഞ്ഞത്. ഏത് ചേച്ചി? സ്വാതി ചേച്ചി. ഓ, അത് ശരി. എന്നിട്ട് ഞാനിക്കാര്യം അറിഞ്ഞില്ലല്ലോ. അല്ല, നിങ്ങളൊക്കെ സ്വാതിയുടെ ആരാ? നമ്മൾ ആരാൻ ചോദിക്കുന്നു. ഹലോ ഹലോ, എന്താ നിങ്ങളൊന്നും മിണ്ടാത്തെ?